നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ശോഭാ സുരേന്ദ്രന് യോഗമില്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തിയപ്പോൾ മുതൽ തന്നെ വിജയം ഉറപ്പിച്ചു, ശോഭാ സുരേന്ദ്രൻ ജയിച്ചു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. പിഷാരടി തോൽക്കുമെന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അവസാന നിമിഷമുണ്ടായ ട്വിസ്റ്റിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അമ്പയെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റൽ വോട്ട് എണ്ണാൻ തുടങ്ങിയ മുതൽ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും മുന്നിൽ തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ അവസാന 2 റൗണ്ട് എണ്ണിത്തീർന്നപ്പോൾ പിഷാരടി മിന്നുന്ന വിജയമാണ് പാലക്കാട് കാഴ്ച വെച്ചിരിക്കുന്നത്. ആവേശകരമായ മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ NDAയുടെ കരുത്തരായ ശോഭാ സുരേന്ദ്രനെതിരെ മികച്ച വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചലച്ചിത്ര താരവുമായ രമേശ് പിഷാരടി ഇപ്പോൾ നേടിയിരിക്കുന്നത്. പലരും രമേശ് പിഷാരടിയെ പരിഹസിച്ചു. രമേശ, നിങ്ങളുടെ കോമഡിയും തമാശയും ഒക്കെ അങ്ങ് സ്റ്റേജിൽ വെച്ചാൽ മതി, ഇത് കളി വേറെയാണ്, ഇത് കളിക്കളം വേറെയാണ് എന്ന് പറഞ്ഞിരുന്നു. പലരും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉള്ളതിനാൽ തന്നെ ഇവിടെ രമേശ് പിഷാരടി തോൽക്കുമെന്ന് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊന്നും ഒരിടത്ത് പോലും ലെവലേശമേശിയിട്ടില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ദ ജയന്റ് കില്ലറെ രമേശ് പിഷാരടി നിലംപരിശാക്കിയത്, അടിച്ചു വീഴ്ത്തിയത് എന്ന് വേണം പറയാൻ. രമേശ് പിഷാരടി വിജയം സ്വന്തമാക്കുകയാണ്. രമേശ് പിഷാരടി 55,302 വോട്ടുകളും ശോഭാ സുരേന്ദ്രൻ 42,880 വോട്ടുകളും നേടി. LDF സ്വതന്ത്രമായി മത്സരിച്ച NMR റസാഖിന് 27,227 വോട്ടുകളും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇക്കുറി സവിശേഷ ശ്രദ്ധ നേടിയ മണ്ഡലമായിരുന്നു പാലക്കാട്. ഇടതിൽ നിന്നും 2011 UDFന് വേണ്ടി ഷാഫി പറമ്പിൽ തിരിച്ചുപിടിച്ച മണ്ഡലമാണിത്. തുടർന്ന് 2021 വരെ ഹാട്രിക് വിജയവും ഷാഫിയെ ഈ മണ്ഡലത്തിൽ നിന്നും തേടിയെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായതും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പരമ്പരാഗതമായി UDFും LDFും മാറി മാറി ഭരിച്ചിരുന്ന മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BJP ഇവിടെ 2ാം സ്ഥാനത്തെത്തുന്നത് വഴി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം വേദിയാകുന്നത്. കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക നഗരസഭ അത് പാലക്കാട് നഗരസഭ മാത്രമാണ്. ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തന്നെ വിജയിക്കുമെന്നായിരുന്നു അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ പാലക്കാട് വൻ മത്സരം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. കൗണ്ടിംഗ് തുടങ്ങിയ ഏറെ നേരം തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ലീഡ് ചെയ്തത്. എന്നാൽ പിന്നീട് രമേശ് പിഷാരടി പതിയെ അതിനെ മറികടന്ന് ലീഡിലേക്ക് എത്തുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം നൽകിയെന്ന ആരോപണം നേരിട്ടതും തെരഞ്ഞെടുപ്പിന് വൻ വിവാദമായിരുന്നു. അതും തെരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് ഈ ഒരു വിവാദം കത്തിക്കയറിയത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിജയം വളരെ സുനിശ്ചിതമായിരുന്നു. പക്ഷേ വിജയം കാണാതെ ശോഭ മടങ്ങുകയാണ്. ശോഭ ഇനി മത്സരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ? കാരണം ഇത്രയും ശോഭാ സുരേന്ദ്രൻ വിജയം ഉറപ്പിക്കും എന്നുള്ള സാഹചര്യം എത്തി നിൽക്കുമ്പോഴും അവിടെയും ശോഭയ്ക്ക് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇനി മത്സര രംഗത്തു നിന്നും ശോഭ മാറാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്.